പരിശുദ്ധ ദീനിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ഉള്ള ഈ ദർസ് വേറെ ഏത് സ്ഥാപനം നമ്മൾ പറഞ്ഞാലും ദർസിനെ പോലെ ഉലമാക്കളെ വാർത്തെടുക്കാൻ പറ്റിയ ഒരു സ്ഥാപനം വേറെ ഇല്ല. നമ്മുടെ കേരളക്കരയും മറ്റേടത്തും നമ്മളെ കാണുന്ന വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പള്ളി ദർസിൽ നിന്ന് പഠിച്ചവരാണ്. ഇപ്പൊ ഇവിടുന്ന് പോയ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, വന്യരായ കോട്ടൂർ ഉസ്താദ്, ഇനി നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ഇവരൊക്കെ പള്ളി ദർസിൽ നിന്ന് പഠിച്ചവരാ. ഇനി കഴിഞ്ഞ കാലത്തുള്ളവരോ അവരും അങ്ങനെ തന്നെ. ബഹുമാനപ്പെട്ട ഈ ഉസ്താദുമാരുടെ ഒക്കെ ഉസ്താദായ ബഹറുൽ ഉലൂം സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ മഹാനവറുകൾ പള്ളി ദർസിൽ നിന്ന് പഠിച്ച് വന്ന ആലിമാണ്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിനൊക്കെ നേതൃത്വം നിന്ന താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളിപ്പോ പള്ളി ദർസിൽ നിന്ന് പഠിച്ചു. അങ്ങനെ വലിയ വലിയ ആലിമീങ്ങളിൽ എവിടെ പരിശോധിച്ചാലും അവരൊക്കെ പള്ളി ദർസിൽ നിന്ന് പഠിച്ചു വരാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് പള്ളി ദർസിൽ നിന്ന് പഠിച്ചു വരാം. അവരുടെ ഉസ്താദുമാരും അങ്ങനെ തന്നെ. അപ്പൊ പള്ളി ദർസ് ഒരു ചെറിയ സംഗതിയല്ല. പിൽക്കാലത്ത് പിന്നെ വന്ന പല കോളേജുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പള്ളി ദർസിൽ നിന്ന് ഉലമാക്കൾ വലുതായി വന്നതുപോലെ ഒരു സ്ഥലത്തും വലിയ വലിയ ആലിമീങ്ങൾ ഉണ്ടായി വരില്ല.